എന്റെ ഒരു വീഡിയോ എന്താ നിങ്ങൾക്ക് അറിയോ? ഇന്ന് ഞാൻ നല്ല ക്രീമി ആയിട്ടുള്ള ഒരു അടിപൊളി പാസ്ത ഉണ്ടാക്കാൻ പോവാണ്. പാസ്ത ഉണ്ടാക്കേണ്ട സാധനമൊക്കെ ഇവിടെ ഓൾറെഡി സെറ്റ് ആണ്. പക്ഷെ ഞാൻ ഇത് ഉണ്ടാക്കിയിട്ടുണ്ട് കുറച്ച് മുന്നേ, കുറെ തവണ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ ഉണ്ടാക്കിയപ്പോ എല്ലാ തവണ ഫ്ലോപ്പ് ആയി പോയി. പക്ഷെ ഇത്തവണ ഒരു ഫ്ലോപ്പ് പോലും വരാതെ എനിക്ക് അടിപൊളി ഉണ്ടാക്കാൻ നല്ല ആഗ്രഹമുണ്ട്. അപ്പൊ ചിക്കൻ ഒക്കെ ഇവിടെ സെറ്റ് ആണ്. പാസ്തയൊക്കെ ഓൾറെഡി വാങ്ങിച്ചു വെച്ചതുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് അതൊക്കെ വെച്ച് ഒരു അടിപൊളി പാസ്ത ഉണ്ടാക്കാം. അപ്പൊ നമുക്ക് പാസ്ത ഫസ്റ്റ് തന്നെ അതൊന്ന് ബോയിൽ ചെയ്തെടുക്കണം, നല്ല കല്ലുപ്പും ഓയിലും ഇട്ടിട്ട്. അപ്പൊ ആ സമയം കൊണ്ട് നമ്മള് നല്ല ചിക്കൻ എടുക്കുമ്പോൾ എല്ലില്ലാത്ത നല്ല ബ്രസ്റ്റ് പീസ് വേണം എടുക്കാൻ. അതാവുമ്പോൾ നമുക്ക് മുറിക്കാൻ എളുപ്പമായിരിക്കും. അങ്ങനത്തെ പീസൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി അതൊക്കെ നമുക്ക് നല്ല സ്മോൾ പീസായിട്ട് കട്ട് ചെയ്തിട്ട് അതൊന്ന് ജസ്റ്റ് വെറും കുരുമുളക് പൊടിയിൽ ജസ്റ്റ് ഒന്ന് പെരക്കിയിട്ട് നമുക്ക് പൊരിച്ചെടുക്കാം. അപ്പൊ അത് ബട്ടറിലാണ് കേട്ടോ റോസ്റ്റ് ചെയ്യേണ്ടത്. സാധാരണ ഇതിന് ഓയിൽ എന്ന് പറയുന്ന സംഭവം നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല. പാസ്തക്ക് ഈ ഒരു സംഭവം യൂസ് ചെയ്താൽ ഭയങ്കര എന്താ ഒരു വൃത്തിയൊക്കെ ടേസ്റ്റ് ചെയ്തതാണ് ഞാൻ പറഞ്ഞു കേട്ടിട്ടില്ല. ഞാൻ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. ആൾക്കാർ പറഞ്ഞത് എന്തെങ്കിലും കാര്യം ഉണ്ടാവില്ല, അതുകൊണ്ട് ഞാൻ ഇതുവരെ ചെയ്ത് നോക്കിയിട്ടില്ല. അപ്പൊ നമുക്ക് പാസ്തയുടെ ഇൻഗ്രീഡിയൻസിലേക്ക് കടന്നാലോ? അപ്പൊ ഗൈസ്, ഞാൻ എടുത്ത ചിക്കന്റെ ക്വാണ്ടിറ്റി ഇത്രയാണ് കേട്ടോ. ഇനി ഇത് നമുക്ക് മുറിച്ചിട്ട് നല്ല കുരുമുളകും ഉപ്പും കൂടെ നല്ല മിക്സ് ചെയ്ത് നല്ല സെറ്റ് ആക്കി എടുക്കാം. അപ്പൊ ഞാൻ ഇതൊന്ന് മുറിച്ചിട്ട് വരാം കേട്ടോ. അപ്പൊ ഗൈസ്, നമ്മുടെ പാസ്ത ഇവിടെ നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ഡിസാനോ എന്ന് പറഞ്ഞ ഒരു കമ്പനിയുടെ പാസ്തയാണ്. അപ്പൊ നമുക്ക് ഇത് വെള്ളം നമ്മൾ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു നമുക്ക് എത്ര ആളാണ് ആ ഒരു അളവിൽ വെച്ച് നമുക്ക് പാസ്ത ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഗൈസ്, ഞാൻ ഏകദേശം ഇത്ര ഒരു പാസ്ത ആഡ് ചെയ്തിട്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഓയിലും പിന്നെ ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. ഈ ഓയിൽ എന്തിനാ വെച്ചാൽ ഈ പാസ്ത ഇങ്ങനെ ബോയിലായി വരുമ്പോ ഇത് കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ നമുക്ക് അതിലേക്ക് കുറച്ച് ഓയിലും ഉപ്പും ഇട്ടിട്ട് വരാം. അപ്പൊ ഗൈസ്, നമ്മൾ ഉപ്പിടാൻ പോവാണ്. നല്ല വെതറി ഞാൻ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കണം. നമ്മൾ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാൻ പോവാണ് ഗൈസ്. ഓയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അവിടെ കിടന്ന് ബോയിൽ ആവട്ടെ. അപ്പത്തേക്ക് നമുക്ക് ചിക്കൻ മുറിച്ചിട്ട് അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണ്ട, ഡീപ് ഫ്രൈ ചെയ്തെടുക്കാം നമുക്ക്. അപ്പൊ ഗൈസ്, ഞാൻ ഇവിടെ ചിക്കൻ മുറിച്ച് നല്ല എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വിചാരിച്ചാൽ ഈ ചിക്കൻ മുറിച്ചിട്ട് നമ്മൾ കഴുകി കഴിയുമ്പോൾ ഇതിൽ ഒരിക്കലും വെള്ളം ഉണ്ടാകാൻ പാടില്ല കേട്ടോ. അപ്പൊ വെള്ളം ഉണ്ടാകുമ്പോൾ നമ്മൾ ഈ ബട്ടറിന് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ അതിനകത്ത് ചിക്കനിലെ വെള്ളം അങ്ങനെ ഒഴുകി പോകും. ഓൾറെഡി ചിക്കനിൽ നല്ല വെള്ളം ഉള്ളതാണ്. അപ്പൊ അധികം വെള്ളം ഇല്ലാതെ ശ്രദ്ധിക്കണം. അപ്പൊ നമുക്ക് ഇതില് ഇനി കുറച്ച് ഉപ്പും കുരുമുളകും പൊടി ഇട്ടിട്ട് നമുക്ക് ഒന്ന് പെരക്കിയെടുക്കാം. അപ്പൊ നമ്മൾക്ക് ഇതില് കുറച്ച് കുരുമുളക് പൊടി ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുക്കുവാണ് നമ്മൾ. നമുക്ക് ഇതൊന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പൊ ഗൈസ്, നമ്മുടെ പാസ്ത ഇവിടെ സെറ്റ് ചെയ്ത് നമ്മൾ വെള്ളമൊക്കെ ഊറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ ചിക്കൻ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനെ നമ്മൾ നേരത്തെ പരക്കി വെച്ച ചിക്കനും പിന്നെ ബട്ടറുമാണ് എടുത്തിട്ടില്ല. ബട്ടർ ഞാൻ എത്ര വേണമെന്ന് വിചാരിച്ചാൽ അത് കട്ട് ചെയ്താണ് എടുത്തിട്ടില്ല. പിന്നെ നിങ്ങൾ 2 പാത്രത്തിലൊന്നും ആക്കിയിട്ട് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ഏത് പാത്രത്തിലാണോ പാസ്ത ഉണ്ടാക്കുക ആ ഒരൊറ്റ പാത്രത്തിൽ എടുത്താൽ മതി. അപ്പം നമ്മൾ ബട്ടർ അങ്ങ് പൊളിച്ചിട്ട് കൊടുക്കാൻ പോവാണ് ഇതിലേക്ക്. ബട്ടർ ഇട്ടുണ്ട്. നമുക്ക് ആ ബട്ടർ ഒന്ന് മെൽറ്റായി വരട്ടെ. അപ്പൊ ഗൈസ്, ആ ബട്ടർ ഏകദേശം ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ചിക്കൻ അങ്ങ് ഇട്ട് കൊടുക്കാൻ പോവാണ്. സ്മോൾ ചിക്കൻ ആയതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ടാട്ടോ നമ്മൾ ഫ്രൈ ചെയ്യാൻ പോകുന്നത്. മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല പീരച്ചുകൊണ്ട് എല്ലാം ഇങ്ങനെ കൂടി കിടക്കുകയാണ്. അത് ചിക്കൻ നമ്മൾ അതിൽ ഇട്ടപ്പോ തന്നെ അതിന്റെ കളറൊക്കെ ഒരു വൈറ്റായി മാറി വന്നിട്ടുണ്ട്.
നന്നായി അതൊന്ന് നല്ല അടിപൊളിയായിട്ട് ഫ്രൈ ആയിട്ട് ചേർത്തേ. അധികം കരിയാൻ പാടില്ല, ഒരു മീഡിയം ഇതിലായിരിക്കണം നമ്മൾ ഈ ചിക്കൻ റെഡിയായി വരുന്നത്. അപ്പൊ ഗൈസ് നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചിക്കന്റെ ബാക്കിയുള്ള ബട്ടർ തന്നെ നിങ്ങൾ നെക്സ്റ്റ് ഇതിലെടുത്താൽ മതി. അപ്പൊ ബട്ടർ ഭയങ്കര കുറവാണെങ്കിൽ മാത്രം നിങ്ങൾക്ക് കുറച്ചുകൂടെ ബട്ടർ ആഡ് ചെയ്താൽ മതി. ഇതിപ്പോ ആ ബട്ടറിൽ തന്നെയാണ് ഞങ്ങൾ എടുത്തത്. ആ ബട്ടറിൽ കുറച്ച് ഗാർലിക് നമ്മൾ മുറിച്ച് നല്ല കുഞ്ഞുകുഞ്ഞ പീസാക്കിയിട്ട് ഇട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മൈദ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കൊന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പൊ ഗൈസ് ബട്ടർ ഇതിൽ കുറച്ച് കുറഞ്ഞു പോയായിരുന്നു. അപ്പൊ ഞങ്ങൾ ഇതിൽ കുറച്ച് ബട്ടർ ആഡ് ചെയ്തിട്ടുണ്ട്, കുറച്ചുകൂടെ മൈദ ആഡ് ചെയ്തായിരുന്നു കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് പാൽ ആഡ് ചെയ്ത് കൊടുക്കണം. നമുക്ക് പാൽ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഗൈസ് നമ്മുടെ പാലൊക്കെ നമ്മുടെ സാധനം നല്ല സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചീസ് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പൊ ഞാൻ 2 ചീസാണ് ഇവിടെ എടുത്തത്. നമ്മളെ എല്ലാം 3 ചീസ് ഇട്ടുണ്ട് കേട്ടോ. നമുക്ക് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ സ്പീഡ് കൂട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇത് നന്നായി ശ്രദ്ധിച്ചില്ലെങ്കിൽ കട്ട കെട്ടിപ്പോയി. ചീസൊക്കെ ഇവിടെ കിടന്ന്. അപ്പൊ ഗൈസ് ഈ ക്രീം ഒന്ന് കുറച്ച് തിക്കായി വരുമ്പോൾ ഇതിലേക്ക് നമ്മുടെ ഈ ബോയിൽ ചെയ്ത് വെച്ച പാസ്ത ഇട്ട് കൊടുക്കും. പിന്നെ ഇതിൽ കുറച്ച് ഉപ്പിട്ടായിരുന്നു കേട്ടോ. അത് നിങ്ങൾക്ക് വീഡിയോ കാണിച്ചു തരാൻ ഞാൻ മറന്നുപോയി. അപ്പൊ നമുക്ക് നന്നായി തിക്കാവട്ടെ കേട്ടോ. അപ്പൊ ഗൈസ് നമ്മുടെ ക്രീം ഏകദേശം നല്ല തിക്ക് കൺസിസ്റ്റൻസി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ബോയിൽ ചെയ്ത് വെച്ച പാസ്ത ഇട്ട് കൊടുക്കാം. ചൂടുണ്ട് കേട്ടോ, അതാണ് എൻ്റെ കൈ ഒന്ന് ജസ്റ്റ് പൊളിപ്പോയി. പാസ്ത ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നന്നായി മിക്സ് ചെയ്ത് ആ പാസ്തയുടെ അടുത്തേക്ക് ക്രീം എത്തിക്കാം. നല്ല ക്രീമൊക്കെ വരുമ്പോൾ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇനി ഈ പാസ്തയിലേക്ക് നമ്മൾ ഒറിഗാനോ പൗഡർ ഇടാൻ പോവാണ്. അപ്പൊ ഗൈസ് ഇതിലേക്ക് നമുക്ക് ഇനി ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ഇങ്ങനെ മെല്ലെ ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായി നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഗൈസ് നമ്മുടെ പാസ്ത ഇവിടെ സെറ്റായി വന്നാൽ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും എന്ത് ടേസ്റ്റി ആയിരിക്കും. എനിക്ക് കണ്ടിട്ട് തന്നെ നല്ല എക്സൈറ്റ്മെന്റ് ആണ് ഗൈസ്. ഞാൻ ഉണ്ടാക്കിയ പാസ്ത ആദ്യമായിട്ടാണ് വർക്കൗട്ട് ആവുന്നത്. നമുക്ക് ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. പാസ്തയും കേട്ടോ, ആ പാസ്ത ആ ചിക്കനൊക്കെ എടുത്ത് നല്ല ചൂടുണ്ട് കേട്ടോ. നല്ല വായിൽ വെച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ചിക്കന്റെ ഫ്ലേവർ പറയാനില്ല കേട്ടോ. ചിക്കന്റെ ഫ്ലേവർ അടിപൊളിയായ പാസ്തയുടെ ക്രീമും അതൊക്കെ മിക്സ് ആയി വരുമ്പോണ്ടല്ലോ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.